നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കള്ള ടാക്സിക്കെതിരെ പേരാമ്പ്രയിലെ കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കമ്മിറ്റി പേരാമ്പ്ര RTOയ്ക്ക് പരാതി സമർപ്പിച്ചു. സംസ്ഥാന ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. പേരാമ്പ്ര കുറ്റ്യാടി ഭാഗങ്ങളിൽ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന കള്ള ടാക്സികൾക്കെതിരെ അംഗീകൃത ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മയായ കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ പേരാമ്പ്ര RTOക്ക് പരാതി നൽകി. ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഫോണിന്റെ ആൾക്കാർ പിടിച്ചതാണ്. എന്നിട്ട് ഇവൻ വണ്ടി വിറ്റതിന് ശേഷം എടുത്ത വണ്ടി അത് ഇവൻ ആദ്യം ജീപ്പ് പറയുന്നത് റോങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം RTOക്ക് വരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കൺട്രോൾ ചെയ്തതെന്ന് പറഞ്ഞത്. ഇതേ പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ ഒരു പിടുത്തം പിടിച്ചിട്ട് ടാക്സി ആക്കും. ഇവന്റെ നമ്പർ എന്താണ്? സംസ്ഥാന സമിതി അംഗം ഫിറോസ് നല്ലളം, ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ലിവ നാസർ, കബീർ ഫറൂഖ്, അന്ത്രു കുറ്റ്യാടി, സോൺ രക്ഷാധികാരി ഹമീദ് കുറ്റ്യാടി, പ്രസിഡന്റ് നിസാർ മണവാട്ടി, സെക്രട്ടറി അനുരാജ് CM, ട്രഷറർ ഷിജു പാലേരി, ജില്ലാ കമ്മിറ്റി അംഗം ലിതിൻ പെരുവയൽ എന്നിവർ ചേർന്നാണ് പരാതി നൽകിയത്. സുഹൃത്തുക്കളിൽ നിന്ന് നമ്മളെ ജനറൽ ബോഡി, നമ്മുടെ KTUവിലെ ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കള്ള ടാക്സിയുമായിട്ട് ബന്ധപ്പെട്ട RTOയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ RTOയായിട്ട് കണ്ടു. KTUവിൻ്റെ പല നേതാക്കന്മാരും, ജില്ലാ സംസ്ഥാന നേതാക്കന്മാരും, പിന്നെ പേരാമ്പ്ര സോണിലെ നേതാക്കന്മാരും ഞാൻ ഉൾപ്പെടെയുള്ള ആളെ ഇന്നലെ RTO ഓഫീസിൽ പോയി RTOനെ കണ്ട്. RTOൻ്റെ നിലപാടെല്ലാം നല്ല രീതിയിലാണ്, നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളും നമ്മളെ സമരങ്ങളെ നമ്മൾ നിശ്ചയിച്ചത്, നമ്മളെ സമരങ്ങൾ നമ്മൾ മുന്നോട്ട് തന്നെ പോകും. നമ്മളിപ്പം പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇനിയും നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് RTOയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഏതായാലും നോക്കാം നമുക്ക്. ഇനി അടുത്ത കള്ള ടാക്സീൻ്റെ എന്തെങ്കിലും ഒരു നീക്കുപോക്കങ്ങൾ ഉണ്ടാവും എന്ന് തോന്നുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.